അവനിവിടെ വന്നിട്ടുണ്ട്. അവനാണ് ഈ കൺവെൻഷൻ ആദ്യം രക്ഷിക്കപ്പെടുന്നത്. കൃപയിലാശ്രയിച്ച് പറയട്ടെ, അദ്ദേഹം എന്നെ കുറിച്ചാണ് പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ല. മറ്റു പലരും ലോഡ്ജിൽ താമസിച്ചു വന്നിട്ടാണ്. കാരണം പലയിടങ്ങളിൽ വന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവരോട് ചേർന്ന് ഞാനും അവിടെ ഇരുന്നു. ഏറ്റവും പുറകിൽ പോയി ഞാൻ നോക്കിയിരിക്കാൻ. പെന്തിക്കോസുകാർ പറയുന്നത് മുഴുവൻ എഴുതിയെടുത്ത് അവരോട് തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ കാത്തിരിക്കുമ്പോൾ അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങി. മോശയെ ഫറവോന്റെ കൊട്ടാരത്തിൽ വേർതിരിച്ചെടുത്ത അനുഭവത്തെ കുറിച്ച് പറഞ്ഞു. ആ മോശ നീ തന്നെ എന്ന് പറഞ്ഞ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് അദ്ദേഹം കൈ ചൂണ്ടിയതിനു ശേഷം അദ്ദേഹം പ്രസംഗത്തിൽ നിന്ന് വീണ്ടും തുടർന്നു. പ്രസംഗം തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഒരു പുതിയ മെതിവണ്ടി ദൈവത്തിന് ആവശ്യമാണ്. ആ മെതിവണ്ടിയെ കുറിച്ച് പ്രസ്താവിച്ചിട്ട് അത് നീ തന്നെ എന്ന് മറ്റൊരു സ്ഥലത്ത്, ഞാൻ മാറിയിരുന്ന സ്ഥലത്തേക്ക് കൈ ചൂണ്ടി. കാരണം ആദ്യം കൈ ചൂണ്ടിയപ്പോൾ ഞാൻ അവിടെ നിന്ന് പതിയെ മാറി വേറൊരു സ്ഥലത്ത് പോയി. എന്നെ കാണരുതെന്ന് പോയി. അടുത്ത സ്ഥലത്തേക്ക് കൈ ചൂണ്ടി കഴിഞ്ഞപ്പോൾ ആ കൈ ചൂണ്ടിയത് നിമിത്തമായിട്ട് അദ്ദേഹത്തെ എന്നെ തന്നെ അദ്ദേഹം കൈ ചൂണ്ടുന്നല്ലോ, എല്ലാവരും എന്നെ ശ്രദ്ധിച്ചു നോക്കുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് മുൻപിൽ നിന്ന് മാറുവാൻ വേണ്ടിയിട്ട് ഞാൻ പതിയെ എഴുന്നേറ്റു. എന്റെ കയ്യിൽ ഡയറിയും പേനയും വലിച്ചെറിഞ്ഞു. കയറുകൾ ഞാൻ വലിച്ചു പൊട്ടിച്ചു. മുൻപോട്ട് ചെല്ലുമ്പോൾ ഒരു വടിയും കയ്യിലെടുത്തുകൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. മുൻപോട്ട് പോകുന്ന സമയം 86 മാർച്ച് മാസത്തിൽ ഒരു പാസ്റ്റർ വൈപ്പിൻകരയിലെ മാലിപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് പരസ്യമായിട്ട് അദ്ദേഹം പരസ്യവും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് അടിക്കുവാനായിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട്. അന്ന് മുതൽ അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുവാൻ ഒരു കാരണം. എന്നാൽ പറയട്ടെ, പെട്ടെന്ന് തന്നെ ആ മനുഷ്യൻ അവിടെ ഇരുന്നിട്ട് നിങ്ങൾ പറഞ്ഞു, നടിമനാണ് എന്നെ തല്ലിയത്. ആ മനുഷ്യൻ എന്നിട്ട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ എല്ലാവരും കൂടെ അടിക്കുമെന്ന്. പെന്തക്കോസ്തുകാർ തിരിച്ചടിക്കുകയില്ല എന്നുള്ളത് അന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഞാൻ വഴിപ്പുറകിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് ഞാൻ നോക്കി നിൽക്കുമ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വഴിവിട, അവൻ മുൻപോട്ട് വരട്ടെ. ഞാൻ മുൻപോട്ട് ചെയ്യുന്നു. അദ്ദേഹം എന്റെ തലയിൽ കൈവച്ച് അന്യഭാഷ പറഞ്ഞിട്ട് അദ്ദേഹം സ്റ്റേജിലേക്ക് കയറിപ്പോയി. ആ അന്യഭാഷ എനിക്ക് വ്യാഖ്യാനിച്ചു കിട്ടുവാനായിട്ടിടയായി. ആ അന്യഭാഷ പറഞ്ഞപ്പോൾ ആ വ്യാഖ്യാനം ഇങ്ങനെയായിരുന്നു: നീ ഇപ്പോൾ യേശുവിനെ സുന്ദരക്ഷിതമായി സ്വീകരിക്കാൻ പോകുന്നു. യേശുവിന് വേണ്ടി ജീവിക്കാമെന്ന് നീ വായിക്കൊണ്ട് ഏറ്റു പറയുന്നു. യേശു കാൽവരിയിൽ നിനക്ക് വേണ്ടി മരിച്ചു എന്ന് നീ വിളിച്ചു പറയാൻ പോകുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞു, മിസ്റ്റർ നെയിൽമേൽ, ഇതുവരെ നിങ്ങൾ പ്രസംഗിച്ച യേശു ഇപ്പോൾ മുതൽ എന്റെ ദൈവമാകുന്നു. ഈ ദൈവത്തിന് വേണ്ടി ഞാൻ ഇന്നു മുതൽ ജീവിക്കുമെന്ന് ഞാൻ ആ സമയത്ത് തന്നെ വിളിച്ചു പറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് മരിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ തിങ്കളാഴ്ച രാത്രി 9 മണിയായപ്പോൾ മരണം മാറി ജീവനിലേക്ക് കടക്കുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ. ഈ ദൈവം ഹല്ലേലൂയ നമ്മെ തേടി വന്ന് നമ്മെ രക്ഷിക്കുന്ന ദൈവം, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം, അവനെ രക്ഷിച്ചെടുക്കുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ രക്ഷയിലേക്ക് വന്നു. അതിനുശേഷം സ്തോത്രം, വിവിധ പ്രയാസങ്ങൾ വന്നു. ഭാര്യ സ്കൂളിൽ പഠിച്ചു, വീട്ടിൽ കയറ്റാതെയായി.